ഇനി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓർത്തോ വിഭാഗം ശസ്ത്രക്രിയകൾക്കായി മെഷീനുകൾ വാടകയ്ക്കെടുപ്പിക്കുന്നു. ബോൺ ഡ്രില്ലിംഗ് മെഷീനാണ് രോഗികളുടെ ബന്ധുക്കളെ കൊണ്ട് ഡോക്ടർമാർ വാടകയ്ക്കെടുപ്പിക്കുന്നത്. മെഡിക്കൽ സർജിക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു കേരളത്തിന്റെ ആരോഗ്യമേഖല മികച്ചതാണെന്ന് വാദിക്കുമ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആവശ്യമായ ശസ്ത്രക്രിയ ഉപകരണമില്ല. ഓർത്തോ വിഭാഗം ശസ്ത്രക്രിയയ്ക്കായി ഉപയോഗിക്കുന്ന ബോൺ ഡ്രില്ലിംഗ് മെഷീനാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൂട്ടിരിപ്പുകാർ വാടകയ്ക്കെടുക്കുന്നത്. ഡ്രില്ലിംഗ് മെഷീൻ ഏത് കടയിൽ നിന്ന് എടുക്കണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിക്കും. ഭൂരിപക്ഷം ഡോക്ടർമാരും നിർദ്ദേശിക്കുന്നത് മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ തന്നെയുള്ള വെൽകെയർ സർജിക്കൽസിൽ നിന്ന് വാടകയ്ക്കെടുക്കാനാണ്. എനിക്കും ഈ ഡ്രില്ലിംഗ് മെഷീൻ വാടകയ്ക്കെടുക്കണം, എനിക്കും അത് എടുക്കണം. അവിടെ അത് ഈ പകുതി മെഡിക്കൽ സർജിക്കൽ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ കൂടെ വെൽകെയർ മെഡിക്കൽ സർജിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതുണ്ട്. അതിന് ആ മെഡിക്കൽ സ്റ്റോറിൻ്റെ സൈഡിൽ കൂടെ സ്റ്റെപ്പ് ഇറങ്ങണത് അത് തന്നെ, അതിനകത്താണ് ഈ ഇതെല്ലാം ഉള്ളത്. ആവശ്യമില്ലെങ്കിലും സർജറിക്കായി എത്തുന്ന എല്ലാ രോഗികളെ കൊണ്ടും ഡ്രില്ലിംഗ് മെഷീൻ വാടകയ്ക്ക് എടുപ്പിക്കുന്നതും പതിവാണ്. രോഗിയുടെ സ്ഥലത്തിന്റെ ദൂരം കൂടുന്നതിനനുസരിച്ച് വാടകയും കൂടും. തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളവരാണെങ്കിൽ 3000 രൂപ മുതൽ 3500 രൂപ വരെ ഈടാക്കും. കൊല്ലം തൊട്ടുള്ളവർക്ക് തുക ഇതിലും കൂടും. ഡ്രില്ലിംഗ് മെഷീൻ തിരിച്ചു നൽകുമ്പോൾ 1000 രൂപ മടക്കി നൽകുകയും ചെയ്യാറുണ്ട്. ഡ്രില്ലിംഗ് മെഷീന് 2350 രൂപയാണ് അതിൻ്റെ വാടക. 3350 രൂപ അടയ്ക്കുമ്പോഴേ സാധനം തരും. തിരിച്ച് ഈ സാധനം അവിടെ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ 1000 രൂപ അവർ തിരിച്ചു തരും. സർജറിയുടെ തലേന്ന് തന്നെ ഡ്രില്ലിംഗ് മെഷീൻ വാങ്ങണമെന്ന് വെൽകെയർ സ്ഥാപനത്തിലെ ജീവനക്കാരി പറയുന്നു. വൈകുന്നേരം കൗൺസിൽ ഡോക്ടർമാർ ഒരു 9 മണി 10 മണിക്കകത്ത് വരും. വന്ന് അവരിങ്ങനെ ഇതിട്ട് നോക്കും, ശരി വർക്കിംഗ് ആണോ ഇല്ലെന്നൊക്കെ അവർ നോക്കുന്നതാണ്. അവരിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ചെക്കിയൊക്കെ നോക്കും. നോക്കിയതിന് ശേഷം അത് ഇത് മാറ്റി പാക്കിനെ മാറ്റി വയ്ക്കും. മെഷീൻ വാടകയ്ക്കെടുക്കാൻ ഡോക്ടർ നൽകുന്ന കുറിപ്പിൽ രോഗിയുടെയോ ഡ്യൂട്ടി ഡോക്ടറുടെയോ പേരുണ്ടാകില്ല. വെള്ളക്കടലാസിൽ ഉപകരണത്തിന്റെ പേര് മാത്രമാണ് കുറിച്ചു നൽകുന്നത്. ഓർത്തോ ENT സർജറി വിഭാഗങ്ങളിൽ ഉറപ്പുവരുത്തേണ്ട ശസ്ത്രക്രിയ ഉപകരണമാണ് ഡ്രില്ലിംഗ് മെഷീൻ. ആരോഗ്യമേഖല മികച്ചതാണെന്ന് പറയുമ്പോഴും സങ്കീർണമായ ശസ്ത്രക്രിയകൾക്ക് ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ വാടകയ്ക്കെടുക്കേണ്ടി വരിക എന്നത് ആശുപത്രി സംവിധാനത്തിന്റെ അപര്യാപ്തതകളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ആധുനിക സൗകര്യങ്ങൾ തേടി മന്ത്രിമാർ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പറക്കുമ്പോൾ സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ട തലസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാർ ശസ്ത്രക്രിയയ്ക്കായി ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാടകയ്ക്കെടുക്കേണ്ടി വരുന്നു. ക്യാമറമാൻ AS അഭിജിത്തിനും കൃഷ്ണപ്രസാദിനും പ്രീജിത്തിനുമൊപ്പം ആതിര സാരസ്വത്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം. ആതിര സരസ്വതി ഉണ്ട് നമുക്കൊപ്പം. ആതിര, ഈ ലോക രാജ്യങ്ങൾക്കിടയിൽ പോലും കേരളത്തിന്റെ ആരോഗ്യരംഗം അത് മികവുറ്റതാണ്, അത് വാഴ്ത്തപ്പെട്ടതാണ്. അങ്ങനെയുള്ള ആരോഗ്യ കേരളത്തിലാണ് ഇത്തരം കാര്യങ്ങളും നടക്കുന്നത്. എന്തൊക്കെയാണ് ആതിര കണ്ടത്? സേതുലക്ഷ്മി, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അത്തരമൊരു പ്രധാനപ്പെട്ട ഇടത്താണ് ആവശ്യമായ ഒരു ശസ്ത്രക്രിയ ഉപകരണമില്ലാത്തത്. അത് രോഗികളെ കൊണ്ട് വാടകയ്ക്കെടുപ്പിക്കുകയാണ് എന്നത് ഗുരുതരമായ വിഷയം തന്നെയാണ്. അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടാണ് ആശുപത്രിയിൽ ഇത്തരം ഒരു ഉപകരണം ഇല്ലാഞ്ഞിട്ടും അത് ഉറപ്പാക്കേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ ഉറപ്പാക്കേണ്ടത് എന്ന് ഡോക്ടർമാരോ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലുള്ളവരോ ഒന്നും ചിന്തിക്കാത്തതും വിഷയം തന്നെയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഓർത്തോ ENT വിഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മെഷീൻ തന്നെയാണ് ഇത്. എല്ലുകൾക്ക് വരുന്ന തകരാറുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്ക് എത്തുന്ന ആവശ്യമില്ലെങ്കിൽ പോലും അത്തരം രോഗികളെ കൊണ്ടും ഇത് വാടകയ്ക്ക് എടുപ്പിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അതായത് ഒരു ആശുപത്രി, മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം 35ഓളം ശസ്ത്രക്രിയകൾ നടക്കുമ്പോൾ ഈ 35 ശസ്ത്രക്രിയകൾക്ക് വേണ്ടിയിട്ടും ഇത് വാടകയ്ക്ക് എടുപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മെഡിക്കൽ കോളേജിലുള്ള 1-2 കടകളിൽ മാത്രമേ ഇത് അവൈലബിലിറ്റി ഉള്ളൂ. ഇവിടെ തന്നെയാണ് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം രോഗികൾ പോയി വാങ്ങിക്കുന്നത്. അതായത് ഈ ഡ്യൂട്ടി ഡോക്ടർ ഏതാണെന്നോ ഇതിൽ ഏത് പേരാണ്, ഏത് ഡോക്ടറാണ്
ഈ ഒരു ഉപകരണം നിർദ്ദേശിക്കുന്നതെന്നോ ഉള്ളത് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അതിലൊരു വെള്ള പേപ്പറിൽ മാത്രമാണ് ഈ ബോൺ ഡ്രില്ലിംഗ് മെഷീൻ വേണമെന്ന് എഴുതി കൊടുക്കും. ഇതുകൊണ്ടാണ് രോഗിയുടെ കൂട്ടിരിപ്പുകാർ ഈ ഒരു സ്ഥലത്തേക്ക് എത്തുകയും ഇത് വാടകയ്ക്ക് എടുക്കേണ്ട ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. നാളെയാണ് സർജറി എങ്കിൽ ഇന്നത് വാങ്ങി ഡോക്ടറുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണ് രീതി. പക്ഷേ ഇത് ഏത് ഡോക്ടറാണ് നിർദ്ദേശിക്കുന്നതെന്ന് ഈ കടക്കാരൻ അറിയാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മെഡിക്കൽ കോളേജ് ജംഗ്ഷനിലുള്ള വെൽകെയർ സർജിക്കൽസിലും അതുപോലെ തന്നെ ആൻഗേഴ്സ് അസോസിയേഷനിൽ നിന്നും ഇത്തരത്തിൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് രോഗിയുടെ കൂട്ടിരിപ്പുകാർ ഈ മെഷീൻ വാടകയ്ക്ക് എടുക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ പല രോഗികൾക്കും, അതായത് രോഗിയുടെ പല കൂട്ടിരിപ്പുകാർക്കും ഇതൊരു പറ്റിക്കലാണെന്ന് മനസ്സിലാകുന്നില്ല. ഇത് ആശുപത്രിയിൽ ഉണ്ടാകേണ്ട ഒരു ഉപകരണമാണെന്ന് രോഗിയുടെ പല കൂട്ടിരിപ്പുകാർക്കും മനസ്സിലാവുന്നില്ല. കാരണം ഇത് സാധാരണക്കാരായിട്ടുള്ളവരാണ് ഈ മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. അവർക്ക് ഈ ഒരു ഉപകരണത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി ഒരു അവബോധമില്ലെന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് വാടകയ്ക്ക് എടുക്കാൻ വന്ന ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് നമുക്ക് ലഭിക്കാനില്ല, ഇതിവിടെങ്ങുമില്ല, ഈ ഒരു കടയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ആ കടയിലേക്ക് ഞങ്ങൾ പോയതുമെന്നും ഒരു കൂട്ടിരിപ്പുകാരൻ നമ്മളോട് പറയുകയുണ്ടായി. ഇത്തരത്തിൽ രോഗിയുടെ പല കൂട്ടിരിപ്പുകാർക്കും ഈ ഒരു ഉപകരണത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി അവബോധമില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, എല്ലുകൾക്ക് തകരാറ് പറ്റി വരുന്ന എല്ലാ രോഗികൾക്കും ഈ ഒരു ഉപകരണത്തിൻ്റെ ആവശ്യകത കാണില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങനെ ആവശ്യകത ഇല്ലാത്തവരെയും കൊണ്ടും ഈ ഒരു ഉപകരണം വാടകയ്ക്ക് എടുപ്പിക്കുന്നു എന്നുള്ളത് ഗുരുതരമാണ്. അതായത് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണെങ്കിൽ 3000 മുതൽ 3500 രൂപ വരെയാണ് വാടക ഈടാക്കുന്നത്. അതല്ല കൊല്ലം തൊട്ട് സംസ്ഥാനത്തിൻ്റെ വേറെ ഏതെങ്കിലും ഭാഗത്തുള്ള രോഗികളാണ് വരുന്നതെങ്കിലും ഇവർക്ക് ഈ ഒരു അവബോധമില്ലെങ്കിലും വലിയ തുക ഈടാക്കുന്ന ഒരു അവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. സേതുലക്ഷ്മി, ഈ ആതിര, ഇതിപ്പോ എത്ര കാലമായിട്ട് ഈ ഒരു കാര്യം തുടർന്നു വരുന്നു അവിടെ? നമ്മൾ കണ്ടെത്തിയത് കഴിഞ്ഞ കുറേ കാലങ്ങളായി തന്നെ ഈ ഒരു മെഷീൻ ഇല്ല. ഈ ഒരു മെഷീൻ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അഥവാ മെഷീൻ 1-2 മെഷീനുകളുടെ അവൈലബിലിറ്റി നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അത് തകരാറിലായി എന്ന് പറഞ്ഞാണ് രോഗികളെ കൊണ്ട് ഇത് വാടകയ്ക്ക് എടുപ്പിക്കുന്നത്. അതായത് ഈ ഒരു ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ ഒരു ഉപകരണമില്ല, നിങ്ങളിത് പുറത്തു നിന്ന് വാടകയ്ക്ക് എടുക്കണം. അപ്പോൾ കട അറിയില്ലെങ്കിൽ കട ഡോക്ടർ നിർദ്ദേശിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിൻ്റെ HLL പോയിട്ടും ഈ ഒരു ഉപകരണം കിട്ടുമോ എന്ന് ഞങ്ങൾ തിരക്കിയിരുന്നു. HLL വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരും നമ്മളോട് പറയുന്നത് പുറത്ത് ഈ ഒരു കടയുണ്ട്, ഈ കടയിൽ ഇത് വാടകയ്ക്ക് കിട്ടും, നിങ്ങൾക്ക് അവിടെ നിന്നും എടുക്കാം എന്നാണ് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായിട്ടുള്ള HLL വിഭാഗത്തിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സേതുലക്ഷ്മി, മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രോഗികളെ അതായത് ആതിര, ഞാൻ ചോദിച്ചത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ ഒരു കീഴ്വഴക്കം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ശസ്ത്രക്രിയ ഉപകരണം അവിടെ ഇല്ല. ഈ രോഗികൾ വരുമ്പോൾ ഒരു വെള്ള പേപ്പറിൽ ഡോക്ടർമാർ എഴുതി കൊടുക്കുന്നു, ഈ ഇന്ന കടയിൽ പോയി മേടിച്ചിട്ട് വരണമെന്ന് പറയുന്നു. രോഗികൾ അവിടെ പോകുന്നു, വാങ്ങിയിട്ട് വരുന്നു. അതായത് ഈ അധികാരികളുടെ അല്ലെങ്കിൽ ആശുപത്രി സൂപ്രണ്ടിന്റെ അടക്കം മൗന സമ്മതത്തോടു കൂടിയാണോ ഈ ഒരു കാര്യം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്നു വരുന്നത് കാലാകാലങ്ങളായി? തീർച്ചയായിട്ടും ഒരു ഉപകരണം ഇല്ല എങ്കിൽ അത് ഉടൻ തന്നെ അധികാരികളെ അറിയിക്കേണ്ട ഒരു ബാധ്യത ആ ഒരു വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സിനുണ്ട്. അത്തരമൊരു അറിവോട് കൂടിയാണ് നടക്കുന്നതെന്ന് നമുക്ക് അനുമാനിക്കേണ്ടതായി വരും. കാരണം ഒരു ഉപകരണം ഇല്ലെങ്കിൽ അതെന്തുകൊണ്ട് അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതോറിറ്റികളെ അറിയിക്കുന്നില്ല എന്നതാണ് നിലനിൽക്കുന്ന ഒരു ചോദ്യം. അങ്ങനെ അറിയിക്കാത്തത് ഡോക്ടർമാരുടെയും സൂപ്പർമാരുടെയും അറിവോട് തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളോട് രോഗികൾ പറഞ്ഞത്, അതായത് രോഗിയുടെ കൂട്ടിരിപ്പുകാർ പറഞ്ഞത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഉപകരണം വാടകയ്ക്ക് എടുക്കേണ്ടി വരുന്നത് എന്നാണ് അറിഞ്ഞത്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശം എന്തെന്നാൽ മറ്റെങ്ങും കിട്ടാനില്ല, മറ്റെങ്ങും ഇല്ലാത്തത് കൊണ്ടാണ് ഇത് വാടകയ്ക്ക് എടുക്കേണ്ടി വരുന്നതെന്നൊരു രോഗിയുടെ കൂട്ടിരിപ്പുകാർ പറയുന്നതിലൂടെ ഈ ഉപകരണം ആശുപത്രിയിൽ ഇല്ല എന്നുള്ളത് വ്യക്തം തന്നെയാണ്. കാരണം ഇത്രയും പേർ ആശ്രയിക്കുന്ന ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ എന്തുകൊണ്ട് ഈ ഒരു ഉപകരണമില്ല? ഇത്രയും സങ്കീർണമായ ഒരു ഓപ്പറേഷൻ ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ വാടകയ്ക്ക് എടുക്കേണ്ടി വരുന്നത് സർക്കാരിന്റെ മെഡിക്കൽ കോളേജ് അധികൃതർ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയെ കുറിച്ചാണ്. അതായത് ഏറ്റവും കൂടുതൽ രോഗികൾ വരുന്ന സ്ഥലം.
ഈ അശരണരുടെ ആതുരാലയം എന്ന് പേരുകേട്ട സ്ഥലം, അവിടെയാണ് ഒരു ശസ്ത്രക്രിയ ഉപകരണം ഇല്ല എന്ന് പറയുന്നത്. ഈ പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് മറ്റ് കടകളിൽ പോയി 10,3500 രൂപ വാടക കൊടുത്ത് ഈ സാധനം മേടിപ്പിച്ചുകൊണ്ട് വരുന്നത്. ശസ്ത്രക്രിയ ആവശ്യമില്ലാത്തവരെ കൊണ്ട് പോലും വാടകയ്ക്ക് എടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. ഇത് ഈ അധികാരികളൊക്കെ അറിഞ്ഞിട്ട് അവർ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നില്ല. ഒപ്പം തന്നെ ആതിരയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആരുടെയെങ്കിലും ഒപ്പം ഈ മുതിർന്ന സൂപ്രണ്ടന്റിന് അടക്കമുള്ള ആൾക്കാരോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റ് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഈ ഒരു വിഷയം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സേതുലക്ഷ്മി, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആശുപത്രി അധികൃതരെ ബന്ധപ്പെട്ടെങ്കിലും അതുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ചില ഡോക്ടർമാരുടെ അറിവോട് കൂടി തന്നെയാണ് ഇത് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരുപാട് പേർ ആശ്രയിക്കുന്ന, സേതുലക്ഷ്മി പറഞ്ഞതുപോലെ ഒരു ആതുരാലയം തന്നെയാണ് സർക്കാർ മെഡിക്കൽ കോളേജ്. ഇവിടെ രോഗികൾക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളത് മെഡിക്കൽ കോളേജ് അധികൃതരുടെ കടമ തന്നെയാണ്. എന്നിട്ടും ഇത്രയും സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയിൽ പ്രധാനപ്പെട്ട ഒരു ഉപകരണം ഉറപ്പുവരുത്താത്തത് സർക്കാരിൻ്റെയും അല്ലെങ്കിൽ ആരോഗ്യ മേഖലയുടെയും അഭാവം തന്നെയാണെന്നും വിട്ടുവീഴ്ച തന്നെയാണെന്നും കണക്കാക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു കടയെ മാത്രം അല്ലെങ്കിൽ 2 കടകളെ മാത്രം ഡോക്ടർമാർ സ്ഥിരമായി ആശ്രയിക്കുന്നത് എന്നുള്ളൊരു ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് സേതുലക്ഷ്മി. ഈ അതിനെ പറഞ്ഞ പോലെ ഈ 2 കടകളെ ആശ്രയിക്കുന്നതല്ല ഇവിടുത്തെ ഒരു വിഷയം. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ബോൺ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്ന ഒരു സാധനം, അത് ആ ഒരു ഉപകരണം, അത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആശുപത്രികളിൽ ഒന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി. അങ്ങനെ ഒരു ആശുപത്രിയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ ഒരു ഉപകരണം ഇല്ല. മാത്രമല്ല, ഈ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി എത്തുന്ന രോഗികളെ കൊണ്ട് ഇത് അവർ വാടകയ്ക്ക് എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ഭീമമായ തുക വാടക നൽകേണ്ടി വരുന്നു. ഈ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ടാണ് അധികാരികൾ കണ്ണടയ്ക്കുന്നത് അല്ലെങ്കിൽ കണ്ടില്ല എന്നൊരു സമീപനം സ്വീകരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഈ ഡോക്ടർമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ മിഷൻ ഇല്ല, ഇങ്ങനെ ഒരെണ്ണം കേടുപാടുണ്ട്, നമുക്ക് ഇതിൻ്റെ ഒരു അപാകതയുണ്ട് എന്നുള്ളൊരു വിവരം അധികാരികളെയൊക്കെ അറിയിച്ചിട്ടുണ്ടാകുമോ? അതോ അവർ അതിലൊരു നടപടി എടുക്കാത്തതാണോ? എന്താണ് ഇങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാവുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവരം നമ്മൾ തിരക്കിയപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞത്, അതായത് ഈ ഡോക്ടർമാരുടെ അറിവോട് കൂടിയാണ് ഇത്തരമൊരു സ്ഥലത്തേക്ക് രോഗികളുടെ കൂട്ടിരിപ്പുകാർ മെഷീന് വേണ്ടി ചെല്ലുന്നത്. ഈ തുകയിൽ 1000 രൂപ, ഈ നൽകുന്ന തുകയിൽ നിന്ന് 1000 രൂപ ഇവർക്ക് രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് തിരിച്ചു നൽകും. ഒരു കോഷൻ ഡെപ്പോസിറ്റ് പോലെയാണ് ഈ 1000 രൂപയെ കരുതുന്നത്. ബാക്കിയുള്ള ഒരു തുകയിൽ നിന്ന് പകുതി തുക ചില ഡോക്ടർമാർ കമ്മീഷൻ പറ്റുന്നതായിട്ടും നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ചില 7 യൂണിറ്റുകളായിട്ടാണ് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തുന്നത്. ചില PG ഡോക്ടർമാരും അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിക്രമങ്ങൾ ഇവിടെ നടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സേതുലക്ഷ്മി. ശരി ആതിര, എന്താണെങ്കിലും ആരോഗ്യ വകുപ്പിന്റെ ശ്രദ്ധയിലേക്ക് വെക്കുകയാണ് ന്യൂസ് മലയാളം 24/7 ഈ ഒരു വാർത്തയെ. കാരണം ഈ സാധാരണക്കാരായ ആളുകളാണ് ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയെ ആശ്രയിക്കുന്നത്. തങ്ങളുടെ കയ്യിൽ കുറച്ചെങ്കിലും കാശുണ്ടെങ്കിൽ അവർ കുറച്ച് വേറെ ആശുപത്രിയിലേക്ക് പോകുന്നവരാണ്. പക്ഷേ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വരുന്നത് അത്രയും പാവപ്പെട്ട ആളുകളാണ് വരുന്നത്. അവരെ കൊണ്ടാണ് ഇത്തരത്തിൽ ബോൺ ഡ്രില്ലിംഗ് മെഷീൻ അടക്കമുള്ള കാര്യങ്ങൾ വാടകയ്ക്കെടുപ്പിച്ച് ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. ഇതും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടക്കുന്നു. ഡോക്ടർമാരടക്കം ഈ ഒരു കാര്യത്തിൽ കമ്മീഷൻ പറ്റി നടത്തുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആരോഗ്യ വകുപ്പ് ഈ ഒരു വിഷയത്തിൽ സത്വരമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. എത്രയും വേഗം അധികാരികൾ ഈ കാര്യം വളരെ ശ്രദ്ധാപൂർവം വിശകലനത്തിനായി എടുക്കണം. ഇതിലൊരു നടപടി ഉണ്ടാവുകയും വേണം. ആതിര സരസ്വതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിയത്.